പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ വിഷയത്തിൽ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണിക്കാൻ സാധിക്കുകയില്ല ശുഹദാക്കളുടെ വിഷയത്തിൽ. മനസ്സിലായല്ലോ? പക്ഷെ എങ്കിലും നമുക്ക് എതിർക്കാനും പറ്റുകയില്ല, അല്ലെങ്കിൽ അത് നിഷേധിക്കാനും പറ്റുകയില്ല. കാരണം അതിന് സൂചന നൽകുന്ന ചില ആസാറുകൾ സഹാബത്തുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ സഹീഹുൽ ബുഖാരിയിലുള്ള ഒരു അസറാണ്. ജാബിർ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം, അറിയപ്പെട്ടൊരു സഹാബിയാണ്. ജാബിർ ഇബ്നു അബ്ദില്ലാ അൽ അൻസാരി. ഉഹുദ് പോർക്കളത്തിൽ ആദ്യം ഷഹീദായ സഹാബി ആരാണ്? അബ്ദുല്ലാഹിൽ അൽ അൻസാരിയാണ് റളിയല്ലാഹു അൻഹുമ. പിതാവിനെ കുറിച്ച് ജാബിർ റളിയല്ലാഹു പറയുന്നു, ഫകാന അവ്വല ഖതീലിൻ, ഉഹുദ് യുദ്ധത്തിൽ ആദ്യത്തെ ഷഹീദ് ആരായിരുന്നു? ഖതീലായിരുന്നു, കൊല്ലപ്പെട്ട മരിച്ച മുജാഹിദ് ആരായിരുന്നു? അബ്ദുല്ലാഹി എന്ന പിതാവ്. വദുഫിന മഅഹു ആഖർ, അങ്ങനെ വാപ്പയുടെ കൂടെ തന്നെ വേറെ ഒരു സഹാബിയെയും ഖബറടക്കിയിരുന്നു, അതേ ഖബറിൽ. ജാബിർ തന്നെ പറയാണ്, ثم لم تطب نفسي, എന്നാൽ എൻ്റെ മനസ്സ് പിന്നെ അനുവദിച്ചില്ല. കാരണം രണ്ടുപേരും ഒരു ഖബറിൽ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ ثم لم تطب نفسي أن أتركه مع الآخر فاستخرجته بعد 6 أشهر. അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഉപ്പാന്റെ ജഡത്തെ ഞാൻ പുറത്തു കൊണ്ടുവന്നു. فإذا هو كيوم وضعته هنية غير أذنه, എന്നാൽ ഞാൻ ഇപ്പോൾ നേരത്തെ പടുത്ത് തന്നെ വെച്ചതുപോലെ ഖബറടക്കിയതുപോലെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ചെവിട് ഭാഗത്ത് മാത്രം അല്പം ചില മാറ്റം സംഭവിച്ചതല്ലാതെ ശരീരത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് ആര് പറഞ്ഞു? ജാബിർ റളിയല്ലാഹു പറഞ്ഞു. അപ്പോൾ ഈ അസർ വെച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിക്കാൻ സാധ്യതയുണ്ട്. കാരണം പ്രവാചകന്മാരല്ലാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മണ്ണ് തിന്നും എന്നുള്ള ഹദീസുണ്ട്. അതായത് മുസ്ലിം പിന്നെ പറഞ്ഞ ഒരു ഹദീസിന്റെ അർത്ഥം എന്താണ്? അതായത് ഈ മനുഷ്യന്റെ ശരീരത്തിന് എല്ലാം എന്താണ് മണ്ണ് ലയിക്കും, ഇല്ല അജ്ബുദ്ദനബ്. അജ്ബുദ്ദനബ് എന്ന നമ്മളെ പുറം ഭാഗത്തുള്ള ഏറ്റവും താഴെ ഭാഗത്തുള്ള എല്ല് ഒഴികെ, ആ അജ്ബുദ്ദനബ് ഒഴികെ എല്ലാം എന്താണ് നശിച്ചു പോകും എന്ന് സഹിഹായ ഹദീസുണ്ട്. അപ്പൊ അതിൽ ആരാണ് ഒഴിവാക്കപ്പെട്ടത്? പ്രവാചകന്മാര്. അപ്പൊ അതിനർത്ഥം പ്രവാചകന്മാരല്ലാത്തവർ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. പക്ഷെ എങ്കിലും പണ്ഡിതന്മാർ പറയുന്നു ചിലപ്പോൾ ചില ശുഹദാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നൽകിക്കൊണ്ട് ഒരു കറാമത്ത് നിലക്ക് അങ്ങ് സംഭവിച്ചേക്കാമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു ഇബാറത്ത് പെട്ടെന്ന് വായിക്കുകയാണ്. അമ്മ ശുഹദാഉ വസ്സിദ്ദീഖൂന വസ്സാലിഹൂന ഫഹഉലാഇ ഖദ് ലാ തഅകുലുൽ അർദു ബഅദഹും കറാമതൻ ലഹും. ശുഹദാക്കള്, സിദ്ദീഖീങ്ങള്, സാലിഹീങ്ങള് ഒരു പക്ഷേ അവർക്കൊരു കറാമത്ത് നിലക്ക് ഭൂമി മണ്ണ് അവരെ തിന്നുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. വഇല്ലാ ഫൽ അസ്ലു, എന്നാൽ ഈ വിഷയത്തിൽ അസ്ലായ അതിന്റെ അസ്ലു ഹുക്ം എന്താണ്? അന്നഹാ തഅകുലുഹു വലാ യബ്ഖാ ഇല്ലാ അജ്ബുദ്ദനബ്. ഈ നേരത്തെ പറഞ്ഞ അജ്ബുദ്ദനബ് എന്ന എല്ലല്ലാതെ പ്രവാചകന്മാരല്ലാത്തവരൊക്കെ എന്താണ് മണ്ണ് തിന്നു, ഭൂമി തിന്നു, അതായത് ലയിച്ചു പോകും മണ്ണിൽ. എന്നാൽ ഒരു പക്ഷേ കറാമത്ത് നിലക്ക് ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇങ്ങനെ ഒരു ആദരവ് നൽകിക്കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ട സഹീഹ് ബുഖാരിയിലുള്ള അസർ പ്രകാരം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പായ്ക്ക് യാതൊരു മാറ്റം സംഭവിച്ചിട്ടില്ലെന്ന് കേട്ടല്ലോ. ആരെ പുറത്ത് കണ്ടു എന്നല്ലേ? അതിലെ കുറിച്ച് അസർ കണ്ടിട്ടില്ല, ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് മനസ്സിലായത്? പല മലക്കുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ദൗത്യങ്ങളുണ്ട്, ഏൽപ്പിച്ച ജോലി. അപ്പോൾ ഒരു വിഭാഗം മലക്കുകൾക്ക് അള്ളാഹു നൽകിയ ജോലി എന്താണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് ഈ ഉമ്മത്തിന്റെ സലാം എത്തിക്കുക എന്ന ദൗത്യം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചോദിക്കും, എങ്ങനെയാണ് ഈ സലാം എത്തിക്കപ്പെടുന്നത്? കാരണം നമുക്കറിയാം നമ്മൾ നാട്ടിൽ പല സൂഫിയാക്കളും പ്രചരിപ്പിക്കുന്ന ഒരു ആശയമാണ് ഈ ഉമ്മത്തിന് സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കേൾക്കും. കാരണം നേരിട്ട് കേൾക്കാനും അറിയാനൊക്കെ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്.
യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സംഗതി? അല്ല എന്നാണ് സഹീഹായ ഹദീസുകൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കിലേക്ക് പോയിട്ട് സലാം പറഞ്ഞാൽ കേൾക്കുമെന്ന് വന്ന ഹദീസുകൾ ദുർബലമാണ്. അതും നാം പഠിച്ചിരിക്കണം. അങ്ങനെ ഹദീസ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചിലർ ഹദീസ് ഉദ്ധരിച്ചേക്കാം, പക്ഷെ ആ ഹദീസ് എന്താണ്? ദുർബലമാണ്. ലജ്നത്ത് ദായിമയോട് ചോദിക്കപ്പെട്ടു ഈ വിഷയം. അതായത് സൗദി അറേബ്യയിലെ വലിയ പണ്ഡിതന്മാരുടെ സമിതിയാണ് ലജ്നത്തു ദായിമ. അവർ ഫത്വ നൽകിയ എന്താണ്? അമ്മാ ഹദീസു മൻ സല്ല അലയ്യ ഇൻദ ഖബ്രി സമിഅ്തുഹു, എന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് സലാം പറഞ്ഞാൽ ഞാൻ കേൾക്കും. വമൻ സല്ല അലയ്യ ബഈദൻ ഉബ്ലിഗ്തുഹു, എന്നാൽ വിട്ടു നിന്ന് ദൂരത്തു നിന്ന് സലാം പറഞ്ഞാലോ എനിക്ക് എത്തിക്കപ്പെടും എന്ന ഹദീസ് ദഈഫുൻ ഇൻദ അഹ്ലിൽ ഇൽം. ഹദീസ് പണ്ഡിതന്മാരുടെ അടുക്കൽ എന്താണ്? ദഈഫാണെന്ന്. ഷെയ്ഖ് അൽബാനി അതിനു മുമ്പ് ഇബ്നു തൈമിയ്യ പറയുന്നു മൗദൂ' ആണ്, വ്യാജ ഹദീസാണെന്ന്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, എന്താണ്? അത് സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ വഅമ്മാ മാ റവാഹു, ലജ്നത്ത് ദായിമയുടെ ഫത്വന്റെ പൂർത്തീകരണമാണ്. വഅമ്മാ മാ റവാഹു അബൂ ദാവൂദ ബിഇസ്നാദിൻ ഹസൻ عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال ما من أحد يسلم علي إلا رد الله علي روحي حتى أرد عليه السلام. അതായത് ഏതൊരു മുസ്ലിമും എൻ്റെ പേരിൽ സലാം പറഞ്ഞാൽ അല്ലാഹു തആല എൻ്റെ റൂഹ് എനിക്ക് തിരിച്ചു നൽകും. ഏതുവരെ? ഞാൻ സലാം മടക്കുന്നത് വരെ. സലാം മടക്കാൻ വേണ്ടി അല്ലാഹു തആല റൂഹ് തിരിച്ചു നൽകുന്നു. ഇത് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹസനായ ഹദീസാണ്. അപ്പം ഈ ഹദീസ് കൊണ്ടും ചിലർ തെളിവ് ധരിക്കാറുണ്ട് മരിച്ചവർ കേൾക്കുന്നു. മനസ്സിലായല്ലോ? ഈ ഹദീസ് കേൾക്കുന്ന ആശയമില്ല കേട്ടോ, പക്ഷെ അല്ലാഹു തആല റൂഹ് തിരിച്ചു നൽകും, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടല്ലോ എന്ന് വാദിക്കാറുണ്ട്. അപ്പൊ അതിൽ എന്താണ് പണ്ഡിതൻ പറയുന്നത്? അവർ പറയുന്നു ഫലൈസ ബിസരീഹിൻ അന്നഹു യസ്മഉ സലാമൽ മുസല്ലിം, ഈ ഹദീസിൽ നിന്ന് സലാം പറഞ്ഞ ആളുടെ സലാം കേൾക്കുമെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബൽ യുഹ്തമലു അന്നഹു യറുദ്ദു അലൈഹി ഇദാ ബല്ലഗത്ഹുൽ മലായികതു ദാലിക്, മലക്കുകൾ മുഖേന അറിയും, സലാം ഏൽപ്പിക്കപ്പെടും അല്ലെങ്കിൽ എത്തിക്കപ്പെടും എന്ന അർത്ഥവും സാധ്യതയുണ്ടല്ലോ. വലൗ ഫറദ്നാ സമാഅഹു സലാമൽ മുസല്ലിമി ലം യൽസം മിൻഹു അൻ യുൽഹഖ ബിഹി ഗൈറുഹു മിനദ് ദുആഇ വന്നിദാ. മാത്രമല്ല ഇനി സലാം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, സലാം പറഞ്ഞാൽ കേൾക്കുന്നു ഖബറിന്റെ അടുക്കൽ, ആ ഹദീസ് സഹീഹാണെന്ന് വെച്ചാൽ പോലും, അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ പോലും ആ സലാം മാത്രം കേൾക്കുമെന്നല്ലാതെ ബാക്കി ആ മനുഷ്യന്മാരൊക്കെ വിളിച്ചാൽ എവിടുന്ന് വിളിച്ചാലും പ്രാർത്ഥിച്ചാലൊക്കെ കേൾക്കും എന്നുള്ള അർത്ഥം ഒരിക്കലും അതിൽ നിന്ന് കിട്ടുകയില്ല. അപ്പൊ എല്ലാ നിലക്കും ശരിക്ക് ഈ വാദം തെറ്റാണ് എന്നാണ് വലിയ വലിയ പണ്ഡിതന്മാരെ ആലിമീങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, അല്ലാഹു തആല മലക്കുകൾ മുഖേനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് സലാം എത്തിക്കുന്നത്. അപ്പോൾ സലാം എത്തിപ്പെടുന്നുണ്ട് സലാത്തും മലക്കുകൾ മുഖേന. ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീൻ, തീർച്ചയായും അല്ലാഹുവിന് ഭൂമിയിൽ സഞ്ചരിക്കുന്ന മലക്കുകളുണ്ട്. യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം, എൻ്റെ ഉമ്മത്തിൽ നിന്ന് എന്നിലേക്ക് സലാം എത്തിക്കുന്നു. ഭൂമിയിൽ സഞ്ചരിക്കുന്ന മലക്കുകളാണ്, അവരുടെ ദൗത്യമാണത്. ഇത് ഈ ഹദീസ് കൊണ്ട് കൃത്യമാണ് എന്താണ്? മലക്കുകളാണ് സലാം എത്തിക്കുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സഹീഹാക്കിയിട്ടുണ്ട്. ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി ഒരു ചോദ്യം, മലക്കുകൾ എങ്ങനെയാണ് എത്തിക്കുന്നത്? അതായത് ഇപ്പം നമുക്കറിയാം ധാരാളം മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ നിരന്തരമായി സലാത്തും സലാമും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് താങ്കളുടെ ഉമ്മത്ത് മൊത്തത്തിൽ സലാത്തും സലാമും പറഞ്ഞിരിക്കുന്നു, അങ്ങനെയാണോ എത്തിക്കുന്നത്? എങ്ങനെയാണ്? ഇത് ശരിക്കും ഗൈബിയായ വിഷയമാണ്. അവിടെയാണ് ശരിക്കും ഒരു ഹദീസ് ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നാം വായിക്കേണ്ടത്. ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്യുന്നു, ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹ് ഹസനുൽ ലിഗൈരിഹി എന്ന് പറഞ്ഞ ഒരു ഹദീസാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു നിന്ന് قال قال رسول الله صلى الله عليه وسلم إن الله وكل بقبري ملكا, എൻ്റെ ഖബറിന്റെ അടുക്കൽ ഒരു മലക്കിനെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. വക്കല അഅതാഹു അസ്മാഅൽ ഖലായിഖ്, സൃഷ്ടികളുടെ പേര്, മനുഷ്യരുടെ പേര്
ആ മലക്കിന് അള്ളാഹു നൽകിയിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ മലക്കിന്റെ ദൗത്യം? എന്താണ് അള്ളാഹു ഏൽപ്പിച്ചത്? ഫലാ യുസല്ലി അലയ്യ അഹദുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഏതൊരുത്തനും സ്വലാത്ത് ചൊല്ലുന്നില്ല ഇല്ലാ അബ്ലഗനി ബിസ്മിഹി വസ്മി അബീഹി. അതായത് ആ മലക്ക്, ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഖബറിന്റെ അടുക്കൽ ആ സ്വലാത്ത് ചൊല്ലിയ ആ വ്യക്തിയുടെ പേരും വ്യക്തിയുടെ ഉപ്പാന്റെ പേരും പറഞ്ഞു തരാതെ ആരും സ്വലാത്ത് പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഏൽപ്പിച്ച മലക്ക് എന്താണ് ദൗത്യം? സ്വലാത്ത് ചൊല്ലിയ ആ വ്യക്തിയുടെ പേര്, അയാളുടെ പിതാവിന്റെ പേര് അടക്കം ആർക്ക് പറഞ്ഞു കൊടുക്കും? റസൂലിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണ് ആ പേര് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലം മറുപടി കൊടുക്കുകയും ചെയ്യും. എന്താണ് ആദ്യത്തെ പൂർത്തീകരണം? ഫലാ യുസല്ലി അലയ്യ അഹദുൻ ഇലാ യൗമിൽ ഖിയാമത്തി ഇല്ലാ അബ്ലഗനി ബിസ്മിഹി വസ്മി അബീഹി. ആ വ്യക്തിയുടെ പേരും വ്യക്തിയുടെ പിതാവിന്റെ പേരും പറഞ്ഞു കൊടുക്കും. ഹാദാ ഫുലാനു ഇബ്നു ഫുലാൻ, ഹാദാ ഫുലാനു ഇബ്നി ഫുലാൻ. ഇത് ഇയാളാണ്, ഇയാളുടെ മകനാണ്, പുത്രനായ ഈ മനുഷ്യനാണ് താങ്കളുടെ പേരിൽ ഇപ്പോൾ സലാം അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നത്. ഖദ് സല്ല അലൈക, താങ്കളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു. ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പോൾ ഇത്രയും ശരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഏൽപ്പിച്ച മലക്കുകൾ, അവരുടെ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ധാരാളം പഠിക്കാനും, ശരിക്ക് ഭയാനകമായ കാര്യങ്ങളാണ്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിനപ്പുറമുള്ള വലിയ വലിയ സംഭവങ്ങളാണ്. അല്ലാഹു തആല നമുക്ക് കൂടുതൽ ഈമാനും വിശ്വാസവും പകർന്നു നൽകുമാറാകട്ടെ. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിനും സലാമിനും വലിയ പ്രതിഫലമുണ്ട്. ആ സ്വലാത്തും സലാമും ഒരിക്കലും വെറുതെ ആകുന്നില്ല. പ്രതിഫലത്തോടൊപ്പം തന്നെ അത് വളരെ കൃത്യമായി തന്നെ പ്രവാചകന്റെ അടുക്കിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലം അറിയുന്നുണ്ട് ആ വ്യക്തിയുടെ പേര്, ആ വ്യക്തിയുടെ ഉപ്പാന്റെ പേരടക്കം പറഞ്ഞു കൊടുത്തിട്ടാണ് അവിടുന്ന് ഏൽപ്പിക്കപ്പെടുന്നത്. അതുവരെ സഹിഹായ ഹദീസുകളിൽ വന്ന ഒരു കാര്യമാണ്. അതേപോലെ സ്വലാത്തും സലാമും നമ്മൾ ചൊല്ലുമ്പോൾ നബി സല്ലം നേരിട്ട് കേൾക്കുന്നില്ല എന്ന് ഏതായാലും ഈ ഹദീസിലൂടെ കൃത്യമായി ബോധ്യപ്പെട്ടു. കാരണം നേരിട്ട് കേൾക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരിക്കലും ഒരു മലക്കിനെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.